മറ്റൊരു വാർത്ത കൂടെ പരിശോധിക്കാം. FCRA നിയമ ഭേദഗതിയിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഹൈബി ഈഡൻ MP. പുതിയ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിൽ പറയുന്നു. എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷ വിരുദ്ധമാണത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യം. ബില്ലിനെതിരെ പാർലമെന്റ് കവാടത്തിൽ MPമാരുടെ പ്രതിഷേധം തുടരുകയുമാണ്. ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, ഇന്നിപ്പോൾ അമിത്ഷാ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിമർശങ്ങൾ? പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ബിൽ അവതരിപ്പിക്കുന്നതിനെ തടയുമെന്നാണ് കേരളത്തിലുള്ള അടക്കമുള്ള MPമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ കേരളത്തിലെ മുഴുവൻ MPമാരോടും ഡൽഹിയിൽ എത്താൻ വേണ്ടിയിട്ട് ചീഫ് വിപ്പ് നിർദ്ദേശം നൽകി. അതനുസരിച്ച് കേരളത്തിലെ മുഴുവൻ MPകളും KC വേണുഗോപാൽ ഒഴിച്ചുള്ള മറ്റ് ഭൂരിപക്ഷം MPമാരും കേരളത്തിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ MPമാർ പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തുകയും 11 മണിക്ക് ചോദ്യോത്തര വേളയിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദീർഘകാല ബജറ്റ് സമ്മേളനം ദീർഘകാല സസ്പെൻഷനിലായിരുന്ന ഹൈബി ഈഡനാണ് ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ ബഹളം ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചില്ലെങ്കിൽ നടുത്തരത്തിറങ്ങിക്കൊണ്ട് ബില്ല്, അതായത് ചോദ്യോത്തരക്ക് വേള ശേഷം ആണ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് തടയാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ തന്നെ സഭയിൽ പ്രതിഷേധിക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുമ്പോൾ പ്രതിപക്ഷ MPമാരുടെ പ്രധാനമായ നീക്കം. ഏതായാലും പ്രതിപക്ഷ MPമാർ പാർലമെന്റ് കവാടത്തിൽ 11:40 മുതൽ ധർണ നടത്തുകയാണ്, പ്രതിഷേധ പ്രകടനം നടത്തുക. അതിനുശേഷമായിരിക്കും സഭയിലേക്ക് പ്രവേശിക്കുക. എന്നാൽ അടിയന്തര പ്രമേയം നോട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയം പരിഗണിക്കുന്ന സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനായിരിക്കും പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുക. സനീഷ്. ശരി, നന്ദി ശരത്ലാൽ വിവരങ്ങൾക്ക്. നമുക്ക് കാണാം, പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ പാർലമെന്റിന് മുന്നിൽ വലിയ പ്രതിഷേധ സമരം നടത്തുകയാണ്. FCRA നിയമ ഭേദഗതിയിലാണ് അവിടെ പ്രതിപക്ഷ MPമാർ വലിയ പ്രതിഷേധ സമരം പാർലമെന്റിന് മുന്നിൽ നടത്തുന്നത്. നിയമ ഭേദഗതിയിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈബി ഈഡൻ MP. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് കോൺഗ്രസ് UDF MPമാർ പറയുന്നു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യമുണ്ട്. ബില്ലിനെതിരെ പാർലമെന്റ് കവാടത്തിൽ MPമാർ പ്രതിഷേധ സമരം നടന്നതാണ് നമ്മൾ കണ്ടത്. അമിത്ഷാ ഇന്നാണ് ബില്ല് അവതരിപ്പിക്കുന്നത്.